എന്തെറ്റി വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു കാര്യമില്ലാതെ രാത്രി സമയം ഇതാ 10:30 11 മണി 11 മണിയില്ല 11 മണി ആവുന്നു. അപ്പം ഞങ്ങളിതാ ബാംഗ്ലൂർ, ഞാനും എൻ്റെ പ്രിയതമയും ഞങ്ങൾ വെറുതെ ചുറ്റാൻ ഇറങ്ങുകയാണ്. ഒരു കാര്യമില്ലാതെ. ഒരു കടകളും തുറന്നിട്ടുണ്ടാവില്ല, ഒരു മോളുകളും തുറന്നിട്ടുണ്ടാവില്ല. ഞങ്ങളന്ന് റിലയൻസിൽ നമ്മളന്ന് പോയപ്പം 10 മണിയായപ്പോ അടച്ചില്ലേ, ആൾക്കാരൊക്കെ കാലിയാക്കിയില്ലേ. എനിവേ ഞങ്ങൾ ഇറങ്ങി തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിന്ന് വാതിലൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്, വാതിലടച്ച് ചാവി ലൈറ്റ് ഓഫ് ആക്ക്, എന്നിട്ട് ചാവി എടുക്കും. ഫോൺ എടുത്തോ, മെയിൻ അതാണ്. ഓക്കെ ഗൈസ്, ഇതാണ് മക്കളെ സെറ്റ് സാധനം. ഇതാണ് മക്കളെ ഞാൻ, എന്റെ 10ാം ക്ലാസ് പ്ലസ് വൺ എന്റെ +1 പഠിക്കണം. എന്റെ +1 പഠിക്കുമ്പോഴുള്ള കോലം. അതായത് ഞാൻ ഈ പെണ്ണിനെ വളയ്ക്കണ പ്രായം നിങ്ങൾ കാണണം ഗൈസ്. മുളയ്ക്കാത്ത ഈ ഞാൻ, ഇതാണ് എൻ്റെ അമ്മായിയമ്മ ഗൈസ്. അതിനിടയ്ക്ക് മറഞ്ഞിരിക്കുന്നതാണ് ഈ മറഞ്ഞിരിക്കാത്ത ആള്. ഇല്ല, ഇതെപ്പോഴും ഞാൻ മറക്കും ഗൈസ്. അൽമാറിനുള്ളിലോ? ഓക്കെ, ഞാൻ ഉണ്ണോ. ഇത് പൂട്ടിയണല്ലോ, ഇത് പൂട്ടിയണല്ലോ ചെയ്യ്. എന്നിട്ട് എന്നോട് കൂട്ടാൻ പറഞ്ഞു, കണ്ടോ പൂട്ടിയണോ. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലെ പോണ സമയത്ത് എന്നും ഈ താഴെ ഇവിടെ ഒരാളുണ്ടാവലുണ്ട്. യെസ്, ഉണ്ട് ഗൈസ്, ഉണ്ട് ഗൈസ്, ഉണ്ട് ഗൈസ്. കിടക്കുന്നു ഗൈസ്. കടിക്കില്ല, നല്ല മണമുണ്ട്, നാറ്റുണ്ട്. ഒന്നുമില്ല. വിട്ടോ. കണ്ട, ഇവിടെ വെച്ചിട്ട് ഈ വീട്ടുകാർ തിന്നാൻ കൊടുക്കും. ഈ വീട്ടുകാർ ഗൈസ്, അതെ, ഒരു കാര്യം ഇങ്ങനെ കൊക്കിയിട്ടാണ് നടക്കുക. അവിടെ വെച്ച് തിന്നാൻ കൊടുക്കണോണ്ടാണ് അത് അവിടെ തന്നെ കിടക്കണത്. നമ്മളെ ചെറുക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്, ചെറുക്കൻ കിടക്കുന്നുണ്ട്. കിടക്കണ കിടപ്പ് കണ്ട, വീട്ടിൽ നിന്നൊക്കെ നൈസായിട്ട് തുടച്ച് വൃത്തിയാക്കിയ സാധനം ഇപ്പം കിടക്കണ കിടപ്പ് കണ്ട. മഴയും കൊണ്ട് പൊടിയടിച്ച് ഒന്ന് കുളിപ്പിക്കണം ചെറുക്കനെ. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി ലീവോ. ലെവലിതാ കഷ്ടപ്പെട്ട് തള്ളി തുറക്കുന്നുണ്ട് ഗൈസ്. അത് മതി, ധാരാളം. മഞ്ഞിന്നാ പിടിച്ചോ. ഇനി എൻ്റെ പ്രിയതമയ്ക്ക് ഞാൻ ക്യാമറ കൈമാറുകയാണ് സുഹൃത്തുക്കളെ. അവളായിരിക്കും ഇനി എൻ്റെ ക്യാമറ വുമൺ. ഓക്കെ, ഞാൻ പോയി ബൈക്ക് എടുക്കട്ടെ. ഓക്കെ, ബൈ. വന്നു ഗൈസ് ജക്കറ്റ്. ഞങ്ങൾക്ക് വഴി അറിയില്ല, ഈ നാട്ടിലുള്ള വഴി ഞങ്ങൾക്ക് തീരെ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് കേൾക്കണില്ലേ, ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഓക്കെ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം. ഇതൊക്കെ ആരും തിരിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അതെ ഗൈസ്, ഞങ്ങളുടെ ഫോട്ടോ ആണ് ഞങ്ങൾ വാൾപേപ്പർ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ എൻ്റെ ഫോണിൽ ഓളറ്റിക്കുള്ളതാണ്, ഓളെ ഫോണിൽ ഞങ്ങൾ രണ്ടാളും പാടുള്ളതാണ്. ഓക്കെ, വെൽ സെറ്റ്. ഇനി ഞങ്ങളതിൽ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേറെ യാത്ര തിരിക്കുകയാണ്. ഓക്കെ, ബൈ. എടുക്കാമായിരുന്നു. ഈ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ ബാക്കിൽ വെച്ചത് കണ്ടോ. ഇന്നത്തെ ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ട്. കടകളൊക്കെ ഒരു 11 മണിയാകുമ്പോഴത്തേനും 11 മണിയാകുമ്പോൾ ക്ലോസ് ആവില്ല. പക്ഷെ ചില ഹോട്ടലൊക്കെ ഹോട്ടൽ ഫുഡ് സംബന്ധമായിട്ടുള്ള കടകൾ മാത്രം ചിലപ്പോൾ തുറന്നെടുക്കും. തട്ടുകടകളൊക്കെ നോക്കൂ,
എന്തോ കിളി കള്ളക്കിളിക്ക് പണി പറ്റിച്ചു ഗൈസ്. കാക്കയാണോ ഒന്നും എന്താണെന്ന് അറിയില്ല. എന്താ നോക്കി നോക്കിണ്ടാന്ന് ഇവിടെയാണ് നല്ലപോലെ ആയത്. എന്ത് കൊണ്ടാണോ എപ്പോ നമുക്കുണ്ടല്ലോ അത്. ഇതുപോലെ ഒരു പ്രാവശ്യം കോഴിക്കോട് പോയപ്പോഴും മനുഷ്യൻ്റെ മേത്തേക്ക് ഫുള്ളി ഇവിടെ കഴിഞ്ഞു. ഇപ്രാവശ്യം ഇവിടെ മാത്രം എന്ത് കഴിച്ചിലായിരുന്നു. ചേച്ചി കയറിയില്ല കയറില്ല. വെച്ചോ ആശ വരും ഇനി പർത്തക്കിളി ഇടാണ്ടോ ഒക്കെ ക്ലോസറ്റാ തോന്നുന്നുണ്ട് ഇവിടെ. ആ വണ്ടിയിലും ഉണ്ട് ഇനി ലൈറ്റ് ഓഫ് ആക്കട്ടെ. കണ്ട തട്ടുകടകളൊക്കെ ചെറുതായിട്ട് പോകുന്നത് അവൻ്റെ കടനെ മുറിക്കൂടിയല്ലേ. അതെ കട നടത്തിട്ടില്ല. ഇതാണ് കട. എന്താ അപ്പൂപ്പനെ കുളിപ്പിക്കുന്നു. ബ്ലോക്കായി കുഞ്ഞു ബ്ലോക്ക്. ഇതൊക്കെ എന്തല്ലടാ ഇതിനെക്കാട്ടി വലിയ ബ്ലോക്ക് നമ്മൾ വരുമ്പോ അല്ലേ. ഒരു ബസ് കൊണ്ട് മറന്നിട്ട് ബ്ലോക്ക് കെങ്കേരിയിൽ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് കെങ്കേരി ഭയങ്കര മുടിഞ്ഞ ബ്ലോക്ക്. ബസ് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ വെച്ചിട്ട് ബ്ലോക്കായ എങ്ങനെ തൊയിരം എന്ന് പറഞ്ഞ സാധനത്തില്ല. ഫുള്ളി കീ നോക്കിയിട്ട് ആകണ്ട് വെറുതെ കഴിയിട്ട്. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഉള്ളേരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നായ്ക്കളെ വേത്തരം പോകും. നമ്മളിപ്പോൾ പോണത് ഇസ്ലാംപൂരിക്കാണ് ഗൈസ്. ഞാൻ ഇവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇസ്ലാംപൂരിക്കാണ് പോകുന്നത്. ചായ പിടിക്കാൻ പോവാണ് ഗൈസ്. ചായ പോണ വഴിക്കിൽ നായ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് എനിക്ക് പോകുന്നത്. ഈ നേരത്തെ ഇങ്ങനെ ആൾക്കാർ പെൻഷനായിട്ട് നടക്കും. തെരുവനായാണ് വായിക്കാൻ വന്നത് മിന്നടിക്കുന്നത് കണ്ടപ്പോഴേ. അല്ലാണ്ട് മിന്നത് കണ്ടപ്പോ അധികം മിന്നണ ലൈറ്റ് ഒക്കെ മാറുന്നല്ലേ ഉണ്ടാവുക. ഞാൻ വായിച്ചില്ല മിന്നണ ലൈറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ കേസ് ഞാൻ ഈ ഇവിടെ പണിക്ക് വരുന്ന സമയത്ത് ചങ്ങായിമാരെ കൂടെ, അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അടുത്ത് കടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പാടെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവളെയും ഇതുപോലെ കൊണ്ടുപോകണം എന്നിങ്ങനെ വിചാരിച്ചു. ഇപ്പോഴാണ് അതിനുള്ള സമയം വന്നത്. സമയം കാലം നേരെ കൊത്തു വന്നത്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ പറഞ്ഞാൽ. പക്ഷേ അഥവാ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ എന്തൊരു പലചരക്ക് കട ഉണ്ട്. അങ്ങനെ അറിയിക്കൊന്നും കിട്ടില്ല. ഞാൻ വിളിച്ചൊന്നും കഥ പറഞ്ഞു ചെയ്തു. പാത്രങ്ങളും പാൽപ്പൊടി കാപ്പിപ്പൊടി. പാൽപ്പൊടി കാപ്പിപ്പൊടി ഞാൻ പറയാം. എന്താ ഇപ്പൊ മാറ്റി വേണ്ട ആവശ്യമുണ്ട്. ഇവിടുന്ന് വാങ്ങാം അല്ലേ. അങ്ങനെ ഞങ്ങളിവിടെ ഇവിടെ അടുത്തൊരു പലചരക്കണ്ടപ്പോൾ പലചരക്കട കണ്ടപ്പോൾ ഞങ്ങളിവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് പാൽപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങാനുണ്ട്. കമോൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി വാങ്ങി ഗൈസ്. ഇനി നമ്മൾ നേരെ ഇസ്ലാംപൂരിലേക്ക്. ഒരു കട അടക്കിയല്ലേ, അപ്പോൾ ഒരു ബക്കറ്റിലൊക്കെ പൊടി ഉണ്ടാവും. താങ്ക്സ് ബ്രോ. സ്റ്റാൻഡ് ഇട്ടില്ലേ തോന്നി. അപ്പൊ അയാള് ആ മാർക്കറ്റ് അതാക്കിയതോ അയാൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. എന്തായാലും അയാൾ പറഞ്ഞില്ലേ. ഇതാണ് ഇസ്ലാംപൂർ പള്ളി. ഇസ്ലാംപൂർ പള്ളി
ഇവിടെ ഒക്കെ നായ്ക്കളുണ്ട്. ഇതാണ് സംഭവം. നമ്മൾ ഇസ്ലാംപൂർ എത്തിയിരിക്കുകയാണ്. സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഫുൾ ഐറ്റംസ് ആണ്. ഒക്കെ കാലുണ്ടേ. എന്നുണ്ട് അങ്ങനെയല്ല, നോക്കട്ടെ ആദ്യം. സമോസ ഫ്രൈയോ? ഫുള്ള് ഫ്രൈ ആണ് കഴിച്ചത്. ഇവിടെ പോവാന്നൊക്കെയാ പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യരൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. മനുഷ്യന്മാരുണ്ട്. നായക്കളുണ്ടാവുക കൂടുതലും, ആൾക്കാരുണ്ടാവില്ലേ കൂടുതൽ. എവിടെയാ ആണ് എന്റെ പോയ പറയുന്ന എന്ത് നായക്കളെ കടിയോ? ആ ശരി, ഈ ഒറ്റയ്ക്ക് ആസ്വദിച്ചോ? കൂടുതൽ ആള് ശുശ്രൂഷിക്കാൻ വേണ്ടേ? അതല്ല, കൂടുതൽ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷിക്കാൻ തളപ്പെടുത്തുന്നില്ല. എന്താണ് എല്ലാം വേണം. എന്ത് വേണം? അങ്ങനെ ഞങ്ങൾ ഇസ്ലാംപൂർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴുള്ളൊരു സിറ്റുവേഷൻസ് ഒരു എനിക്ക് ഇവള് കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു. യെസ്, ഇവള് പറയുന്ന പോലെ ഞങ്ങൾ സ്കിപ്പായി. ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇതൊരു അമ്പലം, ക്രിസ്ത്യൻ പള്ളി അമ്പലം തൊട്ടടുത്തടുത്ത്. ഇത്ര പോയുള്ളൂ, ആൾക്കാരൊന്നുമില്ല. ഇതാകപ്പോ ഇതിന്റെ നാലേക്ക് കേട്ടിട്ട് കാലിരിക്കുമ്പോ എന്തെറ്റി പെട്രോളില്ല, സ്റ്റാർട്ടായി. എന്തോ കുഴപ്പം പറ്റിയതാ. പേരുണ്ട്. ഞാൻ കാറി കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂല. ചിരിച്ചു കൊടുത്ത ഞാൻ നിറച്ചു. വിശുദ്ധ ഇനി ഇവിടുന്ന് കട പോകണ്ടേ? എന്നാ അവിടെ പോവാ. കുറച്ചൊന്നല്ല, കുറേ അവിടെ കുറച്ച് നായക്കൾ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര പേടിത്തൊണ്ടന്മാരും ആയതുകൊണ്ട് നായക്കളെ മാത്രം പേടി പറ്റി കടിച്ചാൽ കടിച്ചിട്ട് വരെ. അത് മാത്രമല്ല കഴിച്ച് വണ്ടിക്ക് എന്തൊക്കെയോ ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കില്ല. എന്താണെന്നറിയില്ല, നോക്കണം. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ ചെങ്ങൈമലക്കൊക്കെ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ 9 നീച്ച് കടയിൽ പോയിട്ട് ഇവിടെ കഴിച്ച് വൈകുന്നേരം ഒരു ഉറപ്പുറങ്ങി നീച്ചുള്ളത്. ഞാൻ ഉറങ്ങാറേ ഇല്ല, ഇത് ആദ്യമായിട്ട് ഉറങ്ങിയത്. അത് പറഞ്ഞേക്കാം. എനിക്ക് എപ്പോഴും ഉറങ്ങാൻ തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഉറങ്ങാൻ തന്നെ ഉറങ്ങിപ്പോയത്. സ്മാർട്ട് ബസാർ അതെ, ഇതാണ് പോയത്. ആ ചോപ്പ് കണ്ട പോയൊക്കെ ഇവിടെയോ? ലഡു ഇത് കടി വാങ്ങിയാൽ അവിടെ ആ കടലട്ടം കൊണ്ട് അവിടെ ഞാൻ കണ്ടു. അവിടെ കേശ मैं हट जाता हूँ पर रुक जाओ। नहीं कुछ नहीं, जस्ट वीडियो कर रहे हैं बस। कर रहे हैं तो यूट्यूब बंद कर दो। कल वीडियो हटा दो।
बड़ा जल्दी का बिस्किट कौन से देखो सर वो वाला आटा बिस्किट और राउंड वाला भी राउंड वाला सॉल्टेड है ये स्वीट है सॉल्ट है अच्छा स्वीट ये स्वीट है स्वीट ये स्वीट बिस्किट होता है മധുരമുള്ള പോരാ അന്ന് മിക്സറാണ് ये मिक्सर है लूज वाला ये मिक्सर है लूज ഇത് പാക്കറ്റ് മതിയോ वो होममेड है वो बाहर से कितना का है 170 हाँ खुद बारे ये वाला कितने का 60 60 रुपीस ये स्वीट है സത്യം പറഞ്ഞ ഓലി വെച്ചിങ്ങനെ നമ്മൾ വലിയ എന്തോ വ്ളോഗർമാരാണ് വലിയ വീഡിയോ എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് ഭയങ്കര സെറ്റപ്പിൽ ഏത് ആ ഓലി വെച്ച് നമ്മളെന്തോ വലിയ വ്ളോഗർമാരാണ് അപ്പം ഗൈസ് ഓള് ചാണ ചുട്ടി ഇല്ലട്ടോ ഞാൻ അതിന്റെ അടുക്കൂടെ വന്നേ മെക്ക് വന്നു वो छोटा छोटा वीडियो बना रहा कैसे तो बड़ा बनता है ना यार सभी आदमी हम भी तो पहले दुकान किया था आपका भी देखेंगे आपने कैसा वीडियो बनाया जाएगा वो ठीक है कर दो मैं यूट्यूब नहीं चलाता हूँ बहुत कम चलाता हूँ इंस्टाग्राम तो नहीं यूज करता हूँ എന്തൊക്കെയാ പറഞ്ഞേ ഓൽക്ക് എങ്ങനെ മനസ്സിലാവുക ഓരോ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഓരോ ഏതിലെ കാണുക അപ്പം അത് ഇട്ടുകൊടുത്താണ് അവരെ മൊത്തം സന്തോഷവും വീഡിയോ എടുക്കാനല്ലേ ആ അവിടെ വേസ്റ്റ് പൊട്ടിച്ചാണ് വേസ്റ്റ് വേസ്റ്റ് ഫുള്ള് വേസ്റ്റ് ആവും റോഡ് സൈഡിൽ നിന്ന് മൊത്തം വേസ്റ്റ് ആവും പക്ഷെ രാവിലെ ആകുമ്പോഴേക്ക് ഫുള്ളത് ഈ വേസ്റ്റ് മൊത്തം രാവിലെ ആകുമ്പോഴത്തേക്കിന് രാവിലെ ആകുമ്പോൾ ഒരു 9 മണി 10 മണി കേട്ടോ ഒരു 9 മണി നേരത്തെ ഒരു പരന്നിറക്കുണ്ടാവും ഒരു 10 മണി ആകുമ്പോഴത്തേന് പിന്നെ കാണണ്ടാവില്ല അത് ഈ എന്താ പറയുക BBMP-ക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും ആ നമ്മളെ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ് സോറി നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് പിന്നെ മേലെ നമ്മൾ പോകുമ്പോ ഞാൻ തുറന്നേ വരുമ്പോ നീ അവൻ അടിക്കുന്നു അല്ല സാധനമൊക്കെ ഓ ഷിറ്റ് ഞാൻ എപ്പോഴും എനിക്ക് കുറച്ച് അന്തകമ്മയായിട്ടുണ്ട് ഗൈസ് ഇതൊരു മക്കളെ എനിക്കാണെങ്കിൽ തണുത്തിട്ട് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് വയ്യ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ബാംഗ്ലൂരിൻ്റെ ഞങ്ങളെ ഏരിയയിലുള്ള കാഴ്ചകൾ നഗര കാഴ്ചകൾ പിന്നെ ഒരു കാര്യമില്ലാതെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു സാധനം വാങ്ങിയിട്ടില്ല ആകെ വാങ്ങിയത് ഈ ബിസ്ക്കറ്റാണ് അത് മൂപ്പര് ഞങ്ങളായിട്ട് ചെന്നപ്പോൾ മൂപ്പര സന്തോഷം കണ്ടപ്പോൾ വാങ്ങിപ്പോയതാണ് ഇനി ഞാൻ ഇത് പിടിച്ചു ഡോറ് തുറന്ന് അകത്തേക്ക് പോട്ടെ ഗൈസ് തുറക്കാൻ പാട് ഇനിയൊന്നും പറയാൻ നേരമില്ല ബാക്കിയൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഇതാണ് ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് നന്നായി